ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിന് നമുക്ക് അരിപ്പൊടി, ആട്ടപ്പൊടി അതുപോലെ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ബൗള് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, വറുത്ത അരിപ്പൊടിയാണ്. ഇനി അതേ അളവ് തന്നെ ഒരു ബൗള് ആട്ടപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതേ അളവ് തന്നെ ഒരു ബൗള് റവയും കൂടെ ചേർക്കുന്നുണ്ട്. മൂന്നും ഒരേ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നിങ്ങൾ ഏത് പാത്രത്തിന് അളന്നാലും മൂന്നും ഒരേ അളവ് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും പറയണില്ല കേട്ടോ. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ പാകത്തിനാവുന്ന സമയത്ത് നമുക്ക് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ പുട്ടിന് ഉതിർത്തിയെടുക്കുന്ന അതേ പാകത്തിന് തന്നെ ഉതിർത്തിയെടുക്കുക. അപ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കൈയിട്ടിട്ട് ആ ഒരു സമയത്ത് തന്നെ ഉതിർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സമയം സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം പാകമായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുട്ടാണിത്. നമ്മുടെ ഈ 3 പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തിളപ്പിച്ച വെള്ളത്തിൽ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടാണ്. അപ്പം കുറച്ച് നാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ആകുമ്പോൾ കുറച്ച് കട്ടകളായിട്ടാണ് പൊടി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇങ്ങനെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സോഫ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കുന്ന സമയത്ത് കട്ടകളാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ആ പൾസ് ബട്ടൺ ഒന്നങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരുപാട് സമയം ഇട്ട് അടിക്കരുത് കേട്ടോ, അപ്പോൾ വീണ്ടും മാവ് നന്നായിട്ട് തന്നെ കട്ടയായി പോവും. ആ പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല തരിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ മാവ് റെഡിയാവും. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉരുണ്ട് വരുന്ന ആ ഒരു പാകമാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പാകമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്നിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ചെറിയ തരിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പുട്ടുണ്ടാക്കുന്ന ചിരട്ടയിലാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ചിരട്ടപ്പുട്ടിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണുള്ള ചിരട്ട എടുക്കുക. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കണ്ണിന് മാത്രം ഒന്ന് ഹോളാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് സാധാരണ പുട്ടുകുറ്റിയിലും ഉണ്ടാക്കട്ടോ. അപ്പോൾ സാധാരണ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതുപോലെ തന്നെയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ചിരട്ടയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സാധാരണ ചിരട്ട നമ്മൾ തേങ്ങ ചിരകിയതിന് ശേഷം വലിച്ചെറിയാവും. അല്ലാത്തവർ വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ കത്തിക്കും, അല്ലാത്തവരൊക്കെ വലിച്ചെറിയുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു ചിരട്ടെങ്കിലും എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കൂടുതലായിട്ട് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് ചേർക്കുക കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഹോള് വിസിൽ വെക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ചിരട്ടയുടെ ആ പാകത്തിനുള്ള ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആവി കയറി പുട്ട് റെഡിയായി കിട്ടും. നമ്മൾ പുട്ടുകുറ്റിയിൽ വെക്കുന്നേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ചിരട്ട എടുത്തിട്ട് നമുക്ക് സാധാരണ പ്ലേറ്റിലേക്ക് നമ്മൾ പുട്ട് കമഴ്ത്തി ഇടുന്ന പോലെ തന്നെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല ചിരട്ടപ്പുട്ട് റെഡിയായി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈ പുട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലൊരു നാടൻ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ടിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് പഴത്തിൻ്റെ കൂടെ, പപ്പടത്തിൻ്റെ കൂടെ, കറിയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല തരിയായിട്ടാണ് കേട്ടോ, കട്ടിയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.